പീസ് ആൻഡ് ജോയ് 2026 ഏപ്രിൽ 3 ദുഃഖവെള്ളിയാഴ്ച. ഇന്നേ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 2000 വർഷം മുമ്പ് ഈശോ കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചതും ഇതുപോലെ ഒരു ഏപ്രിൽ 3 തന്നെയാണ് എന്ന് ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 2000 വർഷങ്ങൾക്ക് ശേഷം അതേ ദിവസം തന്നെ ദുഃഖവെള്ളി നമ്മൾ ആചരിക്കുകയാണ്. ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം നമ്മൾ സ്വന്തമായിട്ട് മറ്റൊരു കാൽവരി ലഭിച്ച വിശുദ്ധനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അത് അസീസിലെ ഫ്രാൻസിസ് ആണ്. ഫ്രാൻസിസിന് സ്വന്തമായിട്ടൊരു കാൽവരി ഉണ്ടായിരുന്നു. അത് മനുഷ്യ ചരിത്രത്തിൽ വേറൊരു മനുഷ്യ വ്യക്തിക്കും ലഭിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ വേറൊരു വിശുദ്ധൻ്റെയും ജീവിതത്തിൽ സംഭവിക്കാത്ത രീതിയിൽ ഒരു ചരിത്ര സംഭവമാണത്. ഫ്രാൻസിസിന് ഒരു പ്രഭു അൽബേർണ മല ദാനം ചെയ്തതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ കണ്ടിരുന്നു. ആ അൽബേർണ മലയിൽ വിശുദ്ധ മിഖായേലിൻ്റെ തിരുനാളിനൊരുക്കമായിട്ട് 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഫ്രാൻസിസ് ആഗ്രഹിക്കുകയാണ്. മസയോ, ലിയോ തുടങ്ങിയ ഏതാനും സഹോദരന്മാരോടും കൂടെ ഫ്രാൻസിസ് നീണ്ട യാത്ര തിരിക്കുകയാണ് അൽബേർണ മലയിലേക്ക്. അനേകം കിലോമീറ്ററുകൾ അകലമുണ്ടായിരുന്നതുകൊണ്ട് അവർ ഇടയ്ക്കുള്ള ചില പർണശാലകളിലൊക്കെ അവർ താമസിച്ച് ആ സഹോദരന്മാർക്ക് ഉപദേശങ്ങളും അവരോടൊപ്പം പ്രാർത്ഥിച്ചും ഒക്കെ നൽകിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. അവരോടൊപ്പം പ്രാർത്ഥിക്കുകയും അവരെ നല്ല പരിശീലനങ്ങൾ നൽകുകയൊക്കെ ചെയ്തുകൊണ്ടാണ് അവർ പോയത്. അങ്ങനെ പതിയെ പതിയെ അവർ അൽബേർണ മലയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അൽബേർണയിലേക്ക് ഏറെ അടുത്തുള്ള ഒരു മോന്തെ കസാല എന്ന് പറയുന്ന ആ ആശ്രമത്തിൽ ഫ്രാൻസിസ് താമസിച്ച് അവിടെയും പ്രാർത്ഥിച്ചൊരുങ്ങി ആ സഹോദരന്മാർക്ക് നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് പതിയെ പതിയെ അൽബേർണ മലയിലേക്ക് പോവുകയാണ്. അൽബേർണ മലയുടെ അടുത്തെത്തുമ്പോൾ ഫ്രാൻസിസ് സഹോദരന്മാരോട് പറഞ്ഞു, നിങ്ങൾ അല്പം അകലെ മാറി നിന്ന് പ്രാർത്ഥിക്കുക. ഞാൻ അവർക്കിഷ്ടമുള്ള ചില ഗുഹകളിൽ അവർക്കിടം കൊടുത്തു. അതിനുശേഷം ഏറ്റവും അങ്ങേയറ്റത്ത് ആ മലയുടെ മറുവശത്തുള്ള ഒരു ഗുഹയിലേക്ക് ഫ്രാൻസിസ് പോവുകയാണ്. ലിയോ സഹോദരനോട് മാത്രം ഒരു പ്രാവശ്യം അപ്പുറത്തേക്ക് കയറി വരാനായിട്ട് അനുവദിച്ചു, പ്രാർത്ഥന ഒരുമിച്ച് ചെല്ലുന്നതിന് വേണ്ടി. എന്നാൽ ഫ്രാൻസിസ് അവിടെ ചെല്ലുമ്പോൾ ഈ അൽബേർണ മല പ്രത്യേകമായിട്ട് ഒരുക്കപ്പെട്ടതുപോലെ ഫ്രാൻസിസിന് തോന്നുകയാണ്. ഫ്രാൻസിസിന് ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു ഈ അൽബേർണ മല. കാരണം ഒരിക്കൽ ഈശോ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഫ്രാൻസിസിനോട് പറയുന്നുണ്ട്, കാൽവരിയിൽ ഞാൻ മരിച്ച സമയത്ത് കാൽവരിയിലെ പാറ പിളർന്ന അതേ സമയത്ത് തന്നെയാണ് അൽബേർണ മലയിലെ പാറയും പിളർന്നത്. ഏകദേശം 6 ഇഞ്ചോളം അകലമാണ് കാൽവരിയിലെ പാറയുടെ വിടവെങ്കിൽ ഏകദേശം 30 അടിയോളം അകലമാണ് അൽബേർണ മലയിലെ പാറയുടെ വിടവ്. ആ വിടവിലേക്ക് ഒരു കല്ല് വീണ് ഇരിപ്പുണ്ട്. അതുകൊണ്ടൊരു ഗുഹ പോലെയാണ് അത് കാണപ്പെടുക. ഫ്രാൻസിസിന് ഇവിടെ വലിയതായിട്ട് ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം അത് തന്നെയാണ്. ഈശോ മരിച്ചപ്പോൾ, ഈശോ കുരിശിൽ നമുക്ക് വേണ്ടി മരണം ഏറ്റെടുത്തപ്പോൾ കാൽവരി മല ദുഃഖിച്ചതിനെ കഴിഞ്ഞും കൂടുതൽ അൽബേർണ മല ദുഃഖിച്ചു എന്ന് ഫ്രാൻസിസിന് തോന്നുകയാണ്. കാരണം കാൽവരിയിലെ പാറ പിളർന്നത് 6 ഇഞ്ച് ദൂരമാണെങ്കിൽ അൽബേർണ മലയിൽ അത് 30 അടിയോളം അകന്ന ഒരു വിള്ളലായിട്ടത് മാറിയിട്ടുണ്ട്. ഫ്രാൻസിസിന് ആ മല ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടു. ഈശോയുടെ പീഡാസഹനത്തെ പ്രതി ധ്യാനിച്ചുകൊണ്ട് ഫ്രാൻസിസ് വിലപിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അതിനിടയിൽ പിശാചി കഠിനമായിട്ട് ഈ മനുഷ്യനെ പീഡിപ്പിക്കുന്നുണ്ട്. ഒരു രാത്രിയിൽ ആ മലയുടെ മുകളിൽ നിന്ന് ഫ്രാൻസിസിനെ പിശാചി താഴേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയാണ്. ഫ്രാൻസിസ് ആ പാറയുടെ നടുഭാഗം വരെ നിരങ്ങി വീണ് എത്തിക്കഴിഞ്ഞപ്പോൾ, എൻ്റെ ഈശോയെ എന്നെ രക്ഷിക്കണമേ എന്ന് പറയുക. ഈശോയുടെ നാമം ഉച്ചരിച്ചപ്പോൾ ഫ്രാൻസിസിൻ്റെ കൈ ആ പാറയുടെ ചെരുവിലുള്ള പുല്ലിൽ പിടുത്തം കിട്ടി. ഉടനെ തന്നെ മെഴുകിലേക്ക് ഒരു മനുഷ്യനെ പതിപ്പിക്കുന്നത് പോലെ തന്നെ ആ പാറയിലേക്ക് ഫ്രാൻസിസിനെ ചേർത്ത് വെച്ചതുപോലെ ഫ്രാൻസിസ് ആ പാറയുടെ ഒരു കുഴിയിലേക്ക്, രൂപങ്ങളൊക്കെ വെക്കാനുണ്ടാക്കുന്ന ആ ഒരു ഓൾട്ട് പോലെയുള്ള ആ ഒരു കുഴിയിലേക്ക് ഫ്രാൻസിസ് കയറി നിൽക്കുകയാണ്. ഫ്രാൻസിസിൻ്റെ ദേഹം അതിൽ പതിഞ്ഞതുപോലെ പിൽക്കാലത്ത് കാണപ്പെടുകയുണ്ടായി. ഫ്രാൻസിസ് പിന്നീട് വീണ്ടും അവിടെ ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വിശുദ്ധ മിഖായേലിൻ്റെ തിരുനാൾ സെപ്റ്റംബർ 29 വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിനത്തിലേക്ക് എത്തി. 40 ദിവസമാണ് ഫ്രാൻസിസ് ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് അങ്ങോട്ട് വന്നത്. അതിൽ സെപ്റ്റംബർ 14 വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. അന്ന് രാത്രിയിൽ ആ പ്രദേശം മുഴുവൻ ഒരു വലിയ അത്ഭുതം ദർശിക്കുകയാണ്. മനുഷ്യവംശം അന്ന് വരെ ദർശിച്ചിട്ടില്ലാത്ത ഒരു വലിയ അത്ഭുതം. ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഫ്രാൻസിസ് വിലപിക്കുന്ന അവസരത്തിൽ ഒരു സെറാഫു മാലാഹ
അഗ്നി ധരിച്ചതുപോലെ ഫ്രാൻസിസിന് മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുക. ആ പ്രകാശം അങ്ങ് അകലെ യാത്ര ചെയ്തുകൊണ്ടിരുന്നവർ കണ്ടു എന്നാണ് പറയുക. അവർ രാത്രിയായതുകൊണ്ട് കൂടാരമടിച്ച് കിടന്നിരുന്നു. പക്ഷേ ഈ അൽവർണ മല പ്രകാശിക്കുന്നത് കണ്ടപ്പോൾ അവർ വിചാരിച്ചു സൂര്യൻ ഉദിച്ചു വരുന്നതാണെന്ന്. അതുകൊണ്ട് അവർ യാത്ര തുടരാനായിട്ട് ഭാവിച്ചു. ഏകദേശം 1 മണിക്കൂർ നീണ്ടു നിന്ന ഈ പ്രതിഭാസത്തിന്റെ വെളിച്ചത്തിൽ അവർ ഏറെ ദൂരം പിന്നിട്ടപ്പോഴാണ് ഇത് മറ്റെന്തോ അത്ഭുത പ്രതിഭാസമാണെന്ന് അറിയുകയും പിൽക്കാലത്ത് തങ്ങൾക്കുണ്ടായ ഈ ദർശനത്തെക്കുറിച്ച് അവർ അത് വെളിപ്പെടുത്തുകയും ചെയ്തു. ഫ്രാൻസിസ് കണ്ടത് ഇതാണ്: ഒരു സെറാഫു മാലാഹ, 6 ചിറകുകൾ ധരിച്ച ഒരു മാലാഹ. യെശയ്യാ പ്രവാചകൻ കണ്ട അതേ വിവരണം ഫ്രാൻസിസ് സഹോദരന്മാർക്ക് നൽകിയിട്ടുണ്ട്. 2 ചിറകുകൾ കൊണ്ട് പാദങ്ങൾ മറച്ചിരിക്കുന്നു, 2 ചിറകുകൾ കൊണ്ട് മുഖം മറച്ചിരിക്കുന്നു, 2 ചിറകുകൾ കൊണ്ട് പറക്കാനായിട്ട് ഉപയോഗിക്കുന്നു. എന്നാൽ യെശയ്യാ പ്രവാചകൻ കാണാത്ത മറ്റൊരു കാര്യം കൂടി ഫ്രാൻസിസ് കാണുകയാണ്. ഈ സെറാഫു മാലാഹ ഫ്രാൻസിസിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ ഫ്രാൻസിസ് കാണുന്നത് ക്രൂശിതനായ ഈശോയെയാണ്. ഈശോ പീഡകൾ സഹിക്കുകയാണ്. മനുഷ്യവംശത്തിന് വേണ്ടി പീഡകൾ സഹിക്കുന്ന ഈശോയെ ഫ്രാൻസിസ് ആ സെറാഫ് മാലാഹയുടെ സ്ഥാനത്ത് കാണുകയാണ്. 6 ചിറകുകൾ കൊണ്ട് പറന്ന് നിൽക്കുന്ന ഒരു ക്രൂശിത രൂപം പോലെ ഫ്രാൻസിസിന് അത് മനസ്സിലാവുകയാണ്. ഫ്രാൻസിസ് കണ്ണുനീർ വാർത്തുകൊണ്ട് ദൈവസ്നേഹത്താൽ ജ്വലിച്ചുകൊണ്ട് ആ മഹാദർശനത്തിൽ ലയിച്ചു നിന്നു. ഏകദേശം 1 മണിക്കൂർ നീണ്ടു നിന്ന ആ മിസ്റ്റിക്കൽ അനുഭവം, ആ അതീന്ദ്രിയ അനുഭവം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസിന് നിലത്ത് നിന്ന് എഴുന്നേൽക്കാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹം വേച്ച് എഴുന്നേറ്റു. വലിയ വേദന അനുഭവപ്പെട്ടു. നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകാലുകളിൽ ആണികൾ പോലെ എന്തോ തറച്ചിരിക്കുന്നു. രക്തം വാർന്നൊഴുകുന്നു. ഹൃദയത്തിൻ്റെ ഭാഗത്ത് കഠിനമായ വേദന അനുഭവപ്പെട്ടപ്പോൾ ഫ്രാൻസിസ് അങ്ങോട്ട് നോക്കി. അവിടം അതാ കുന്തം കൊണ്ട് മുറിവേറ്റതുപോലെ 2 ഇഞ്ച് വീതിയിലുള്ള ആഴമേറിയൊരു മുറിവ് അവിടെ കാണുകയാണ്. ഫ്രാൻസിസ് ദൈവത്തിന് നന്ദി പറഞ്ഞു. ക്രൂശിതനായ ഈശോയോട് ഏറ്റവും അധികം അനുരൂപപ്പെടാൻ ആഗ്രഹിച്ച ആ മനുഷ്യന് സ്വർഗം കൊടുത്ത ഒരു അംഗീകാരമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ്. ഫ്രാൻസിസിന് ഇതിനു മുൻപ് തന്നെ എന്തൊക്കെയോ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ബോധ്യമുണ്ടായിരുന്നു. ഫ്രാൻസിസിൻ്റെ കൈകാലുകളിൽ ആ ആണികൾ പോലെ കറുത്ത മാംസകഷ്ണങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഒരാണി തറച്ച് അതിൻ്റെ മറുവശം ഉള്ളിലേക്ക് മടക്കി വെച്ചതുപോലെ. എന്നാൽ അത് മാംസമാണ് താനും. അവിടെ നിന്ന് രക്തം കൈകാലുകളിൽ നിന്നും പാർശ്വത്തിലെ മുറിവുകളിൽ നിന്നും ഒഴുകിയിരിക്കുകയാണ്. ഫ്രാൻസിസ് അത് വളരെ കാലം മറച്ചു വെക്കാനായിട്ട് നോക്കി. പിന്നീട് അദ്ദേഹം മരിക്കുന്ന അവസരത്തിലാണ് സഹോദരങ്ങൾക്ക് അത് വ്യക്തതയോടെ കാണാൻ സാധിച്ചത്. ഏറ്റവും അടുത്ത സഹോദരങ്ങൾ അത് അറിഞ്ഞിരുന്നുവെങ്കിലും ഫ്രാൻസിസ് അത് പലപ്പോഴും മറച്ചു വെച്ചുകൊണ്ട് യാത്ര ചെയ്യാനായിട്ട് പരിശ്രമിച്ചിരുന്നു. സ്വർഗം നൽകിയ ഒരു ദൈവിക ഇടപെടൽ അവിടെ കാണുകയാണ്. സ്വർഗം നടത്തിയ ഒരു ദൈവിക ഇടപെടൽ. മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മനുഷ്യൻ ക്രിസ്തുവിൻ്റെ തിരുമുറിവുകൾ സ്വീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാനായിട്ട് സാധിക്കുമ്പോൾ ഒരു മനുഷ്യൻ ദൈവികതയുടെ അനന്തമായ സാധ്യതയിലേക്ക് വളരുകയാണ്. മനുഷ്യൻ്റെ സാധ്യത ദൈവമാണെന്നുള്ള ഒരു തോന്നൽ നമുക്കവിടെ കാണാനായിട്ട് കാണിക്കും. ഒരു ബോധ്യം നമുക്കവിടെ അനുഭവിക്കാനായിട്ട് സാധിക്കും. ഈശോ തന്നെ പോലെ തന്നെ താൻ സ്നേഹിക്കുന്നവരെയും രൂപാന്തരപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും ആത്മാവിലും ആഗ്രഹത്തിലും എല്ലാം ക്രിസ്തുവിനെ ധരിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.